മാഡം, നമ്മുടെ PK റോസിക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ ആ ഒരു നാട്ടിലുള്ള അനാചാരങ്ങളും ഈ ഉച്ച നീചത്വങ്ങളൊക്കെ ഒരു കുറച്ചും കൂടെ 100 വർഷം മുമ്പേ നമ്മുടെ ഈ കാലഘട്ടമായിട്ട് നോക്കിയാൽ തന്നെ വളരെയധികം കൾച്ചറലി മുന്നോട്ട് നിൽക്കുന്നതാണ് വെസ്റ്റേൺ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഒരു ആലീസ് ഗേ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളോ അതേപോലെ ഈ മാറ്റി നിർത്തപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കാണുമോ? അതെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വച്ച് നമുക്ക് ലോകരാഷ്ട്രങ്ങളുടെ അന്നത്തെ സ്ഥിതിയെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാര്യം 1873 ജൂലൈ 1 ജനിച്ച് 1968 മാർച്ച് 24 മരിച്ച വ്യക്തിയാണ് ഈ ആലീസ് ഗേ ബ്ലാച്ച് എന്ന് പറയുന്ന നമ്മുടെ വനിതാ സംവിധായിക. അവർ ഫ്രാൻസിലെ ആദ്യത്തെ വനിതാ സംവിധായികയാണ്. അതുമാത്രമല്ല വനിതാ സംവിധായിക ആദ്യത്തെ. പിന്നെ അതൊരു ചരിത്രമാണ്. പക്ഷേ നമ്മൾ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇന്ത്യയിൽ മാനസികമായും ബൗദ്ധികമായും ഒക്കെയുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു നവോത്ഥാനം അത് കടന്നു വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അതെല്ലാം വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ സ്ത്രീക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ടെക്നിക്കൽ നോളജിനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടി. അതുമാത്രമല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ ഫ്രഞ്ച് വിപ്ലവം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ നാട്ടിൽ തന്നെ സംഭവിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചുള്ള ഒരു പൊതുബോധം അത് നമ്മുടെ ഭാരതത്തിലെ ആൾക്കാർക്കിടയിൽ വരുന്നതിനേക്കാളൊക്കെ മുമ്പേ ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇന്ന് ലോക വനിതാ ദിനം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത് തന്നെ നമ്മൾ ഈ പറയുന്ന അമേരിക്കയിലെയൊക്കെ മിൽ തൊഴിലാളികൾ നടത്തിയ സമരമാണ്. അപ്പോൾ അവിടുത്തെ മിൽ തൊഴിലാളികൾക്ക് വരെ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ ബോധമുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആലീസ് ഗേ ബ്ലാച്ചിനെ പോലുള്ള ഒരു സംവിധായികയ്ക്ക് ഒരു ടെക്നിക്കൽ നോളജ് നേടാനോ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാനോ ഒക്കെ അന്നത്തെ സമൂഹത്തിൽ അവർക്ക് അവസരം ലഭിച്ചിരിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, തുലോം ഒരു സാമ്പത്തിക സ്ഥിതി ഉള്ളൊരു കുടുംബത്തിൽ ഉദ്യോഗസ്ഥരായ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂട്ടത്തിൽ വളരാൻ ആലീസ് ഗേ ബ്ലാച്ചിന് കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലായിടത്തും സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഉയർച്ചയ്ക്കും വിഘാതമായി നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാടാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ള തരത്തിലേക്ക് സ്ത്രീകളെ കൈപിടിച്ച് കയറ്റുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഒരു നവോത്ഥാന സമൂഹമായിട്ട് മാറാൻ പറ്റൂ. അതിനി ലോകത്തായാലും ഏത് ലോകത്തിലായാലും ശരി, നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിലും അതുപോലെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലായാലും. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ കിൻഫ്ര ഫിലിം ആൻഡ് മീഡിയ പാർക്ക്, അതേപോലെ രാമോജി റാവു സ്റ്റുഡിയോ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം, ഇങ്ങനെയൊക്കെയുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഉള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ. തീർച്ചയായിട്ടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുന്ന സ്റ്റുഡിയോകൾ ആ കാലഘട്ടത്തിലും സജീവമായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് പറഞ്ഞത്. അതെ, അതായത് 1894 ലിയോ ഗോമണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ, അതാണ് ഗോമണ്ട് സ്റ്റുഡിയോ. ആ ഗോമണ്ട് സ്റ്റുഡിയോയിൽ ക്യാമറ വർക്ക് പഠിക്കുകയും ആ ക്യാമറ ഉപയോഗിച്ച് സിനിമ എടുക്കാനും ഡോക്യുമെൻ്ററി എടുക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു വനിതയാണ് നമ്മൾ ഈ പറഞ്ഞ ആലീസ് ഗേ ബ്ലാച്ച്. അതുമാത്രമല്ല, അന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഡിസന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ച ആ കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന പഴയ ക്യാമറയിൽ നിന്ന് പിന്നീട് ഓരോ പ്രാവശ്യവും അതിന് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതിനനുസരിച്ചാണ് സിനിമയുടെ ചരിത്രവും. ശരിക്കും നമ്മളെപ്പോഴും പറയാറില്ലേ, ഈ ഫ്രെയിമുകൾക്ക് കഥ പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു വനിതാ ഫ്രെയിമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ ക്യാമറകൾക്ക് ഒരു കഥ പറയാൻ വന്നു കഴിഞ്ഞാൽ ലോക സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ കഥ ക്യാമറയുടെ കഥയായിരിക്കും. അത് കവിത പോലെ മനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും പാരീസിലുണ്ടായിരുന്ന ആ ഗോമണ്ട് സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മുടെ പ്രിയങ്കരിയായ ആലീസ് ഗേ ബ്ലാച്ച് ആദ്യമായിട്ട് സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നത്. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സിനിമകളായിരുന്നു, എത്തരത്തിലുള്ള സിനിമകളായിരുന്നു ആലീസ് ഗേ ബ്ലാച്ച് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ സിനിമയെക്കുറിച്ചും അതുപോലെ അവരുടെ ജീവിത രീതിയൊക്കെ കുറിച്ച് കൗതുകത്തോടെ കാണുകയും പിന്നീട് അവരുടെ മരണശേഷം അവരെക്കുറിച്ച് ആലീസ് ഗേ ബ്ലാച്ച് ദ ഫിലിം പൈനിയർ, ദ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ് ഒരു സിനിമ തന്നെ എടുത്ത ജോൺ സൈമൺ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ആ ജോൺ സൈമൺ പറയുന്നത്,
സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയാതിരുന്ന സിനിമയുടെ മേഖലയിൽ അതിശക്തമായി സാന്നിധ്യം ഉറപ്പിക്കുകയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ, അപ്പോൾ അദ്ദേഹം ഒരു നല്ല വെൽ നോൺ സംവിധായകനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ക്യാമറ ഫ്രെയിമുകൾ സൃഷ്ടിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ എത്രത്തോളം സ്ത്രീകൾക്ക് അടുക്കാൻ പറ്റുന്ന തരത്തിലാക്കാൻ വേണ്ടി ഒരു അഡ്വഞ്ചറസ് ലൈഫ്, ഒരു സാഹസിക ജീവിതം ജീവിച്ച ഒരു സ്ത്രീ ആയിരുന്നു ആലീസ് ഗേ ബ്ലാച്ച് എന്നാണ് ജോൺ സൈമൺ അവരെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിവരണാത്മക സിനിമ എന്ന് പറയുന്നതും നേരത്തെ ഞാൻ പറഞ്ഞ ദ ക്യാബേജ് ഫെയറി എന്ന് പറയുന്ന ആലീസ് ഗേ ബ്ലാച്ചയുടെ സിനിമയായിരുന്നു. ആലീസ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്തിനെയായിരുന്നു എന്ന് ചോദിച്ചാൽ 1890-കൾ തൊട്ട് ഈ 2025-ലും അതുപോലെ തന്നെ ഇനി ലോകമുള്ള കാലത്തോളവും സിനിമാ മേഖല എത്ര സജീവമായി മുന്നേറുമോ അവിടേക്ക് സ്ത്രീകൾക്ക് സംവിധായികയായും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരായിട്ടും ഒക്കെ കടന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ലോകത്തെയായിരുന്നു ആലീസ് ഗേ ബ്ലാച്ച് അവതരിപ്പിച്ചത്. ഇന്ന് ലോക സിനിമയിലൂടെ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡിൽ ആലീസ് ഗേ ബ്ലാച്ചിനെ എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തെ തിരുത്തിക്കുറിച്ച, ചരിത്രത്തിൻ്റെ ഇടവഴികളിൽ ആദ്യ കാൽമുദ്ര പതിപ്പിച്ച അത്തരത്തിലുള്ള വനിതകളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് വലിയൊരു പ്രചോദനമായി മാറും. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ ഇന്ന് നമ്മളെവിടെ പോയാലും, ഇപ്പം നേരത്തെ പറഞ്ഞ രാമോജി റാവു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും അതുപോലെ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികത, ക്യാമറ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് താല്പര്യമുള്ള ഒട്ടേറെ പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കണം, ഇന്ന് അവരനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികളെ പണ്ട് ഒട്ടും തന്നെ കൂസാതെ ഈ സിനിമാ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച ഒരുപാട് വനിതകൾ നമുക്കുണ്ട്. ഇപ്പോൾ ആദ്യത്തെ വനിത എന്ന് പറയുന്ന ഈ ആലീസ് ഗേ ബ്ലാച്ചയുടെയൊക്കെ ജീവിത ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയൊക്കെ പോലുള്ളൊരു ജീവിത ചരിത്രം തന്നെയാണ്. ഇപ്പോൾ പാരീസിൽ ജീവിച്ചിരുന്ന ഒരു വനിത ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പ്രചോദനമായി കൂടാ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ അർത്ഥം വനിതാ സംവിധായകരുടെ നിര ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ പെൺകാഴ്ചകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കാര്യം അത് ലോക സിനിമയിലായാലും ശരി, നമ്മുടെ സിനിമകളിലായാലും ശരി. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന സത്യജിത് റേയുടെ സിനിമ, ആ പഥേർ പാഞ്ചാലിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അന്നത്തെ കാലത്ത് ബംഗാളിലൊക്കെ നിലവിലിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പണ്ടുകാലത്ത് നിലവിലിരുന്ന സ്ത്രീയുടെ ജീവിത അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ പഥേർ പാഞ്ചാലിയിലെ ദുർഗയെ ഒന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെയാണ് പിന്നീട് നമ്മളിവിടെ നഷ്ടനായിക നമ്മുടെ പ്രിയങ്കരിയായ PK റോസി. അപ്പോൾ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് കടന്നു വരുന്നത് അത് പാരീസിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അവർക്ക് ഒട്ടേറെ പ്രതിസന്ധികളെ ഒരു കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഞാനൊരു നക്ഷത്രമാണ് എന്ന് നമ്മളെ കാണിച്ചു തന്ന സ്ത്രീരത്നങ്ങൾ ഉണ്ട്. അത്തരം നക്ഷത്രങ്ങളെ തിരിച്ചറിയുകയും അത്തരം രത്നങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമാ ലോകത്തിന് ലോക സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറിയ ആലീസ് ഗേ ബ്ലാച്ച് എന്ന വനിതാരത്നം ഒരു പ്രചോദനമായി തന്നെ തീരണം.